എല്ലാവർക്കും നമസ്കാരം. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഞാൻ ഈ രേണുസുതിയുമായിട്ടുള്ള വിഷയം ഇവിടെ ക്ലോസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇനി ഇവിടെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു ഞാൻ. പക്ഷെ നടക്കില്ല മക്കളെ. എനിക്ക് പലരും വന്ന് കമന്റ് ഇടുന്നുണ്ട്, നിങ്ങളെ പോലെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടാണ് ഇവൾ ഇങ്ങനെ വലിയ വൈറലായി പോകുന്നത്, ഇവൾ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഇവൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഞങ്ങൾ വെറും മൊണ്ണകളായി മാറും. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് പിന്നെ എന്തിനിരിക്കുകയാണ്? ഇതുപോലെ സമൂഹത്തിന് വേണ്ടാത്തതും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ട എന്റെ പൊന്നു പ്രേക്ഷകരെ. നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങളിലൂടെ അത് പുറത്തു വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും കമന്റ് ഇടുന്നത് അത് തന്നെയല്ലേ? കാരണം ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾ പറയുന്നതെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ പറയുന്ന രേണുസുതി ഒരു കാരണവശാലും നന്നാവത്തില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മത്തായ ഒരു സ്ത്രീയെ നിങ്ങൾ കാണണമെങ്കിൽ ഈ രേണുവിനെ നോക്കിയാൽ മതി. എന്താണ് ഞാൻ ഈ പറയുന്നതിന്റെ കാരണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കാണുക, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. കേട്ടല്ലോ എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്ന്. അവർ ബിഷപ്പിനെ പിന്നെയും കളിയാക്കുകയാണ്. ഇവരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? അഹങ്കാരം തലയ്ക്ക് പിടിക്കുകയും ഒരു താഴ്മയെന്ന് പറയുന്നത് ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ കാണണമെങ്കിൽ ഇവരെ നോക്കിയാൽ മതി. അത്രയ്ക്ക് ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരെ വെറുത്തുപോയി. ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കാര്യം നോക്കിക്കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കോൺട്രവൻസികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ലൈം ലൈറ്റിൽ നിന്നു പോകണം, അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുകയാണ്. ഇവിടെ ഈ ബിഷപ്പിനെ 30 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ഭൂമി കൊടുത്തിട്ട് അദ്ദേഹത്തെ പിന്നെയും ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും സഹായം ചെയ്തവരെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാൽ ഇവിടെ ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ പ്രേസ് ലോർഡ് പോലും. രേണു തങ്കച്ചൻ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങളുടെ മുൻ ഭർത്താവില്ലേ, മറ്റേ വെൽഡർ വിനു, പാസ്റ്റർ വെൽഡർ വിനു, പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ പ്രേസ് ലോർഡ് പറ. നിങ്ങൾക്ക് ഈ ബിഷപ്പിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ബിഷപ്പിനോട് ഇത് വന്ദിക്കാൻ അറിയുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അല്ലാതെ നിങ്ങളുടെ ഈ പറയുന്ന അപമാനിച്ചുകൊണ്ടുള്ള വന്ദനമൊന്നും ബിഷപ്പിന് ആവശ്യമില്ല കേട്ടോ. ബിഷപ്പിനെ സ്നേഹിക്കുന്നവരും ബിഷപ്പിനെ എന്താ പറയുക, സ്നേഹത്തോട് പറയേണ്ടവരും ഉണ്ട്. അത് നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾ പോയിരുന്ന നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, ഈ തങ്കച്ചന്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ബിഷപ്പിനെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? എന്ത് അധികാരമാണ് നിങ്ങൾക്ക്? ആരാണ് ഈ അധികാരം തന്നത്? കുറച്ചെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇവക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടനെ വരും ഞങ്ങളെ നന്നാക്കാനായിട്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ രേണുവിനെ ഒന്ന് നന്നാക്ക്. നിങ്ങൾ ഈ കുട്ടിയെ ഒന്ന് നന്നാക്കി എടുക്കൂ. എനിക്ക് അതാ പറയാനുള്ളത്. ഈ പറയുന്ന ബിഷപ്പിനെ വെറുതെ വിടുമെന്നൊന്ന് പറ. ഇവക്ക് എന്ത് സോക്കേടാന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ആ വസ്തുവിനെതിരെ ലീഗൽ നോട്ടീസ് അയച്ചു ബിഷപ്പ്. 7 ദിവസത്തിനുള്ളിൽ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അത് വീട്ടിൽ കൈപ്പറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് പിന്നെ ആ മനുഷ്യനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് വിലയാണ് ഇവൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വീടിന്റെ തൊട്ടടുത്താണ് ആ ബിഷപ്പിന്റെ ഹട്ട് ഇരിക്കുന്നത്. ഇവൾ ഇവിടെ നിന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റൂ. എന്നിട്ടാണ് ഇവൾ ഇവിടെ നിന്നുകൊണ്ട് ആ ബിഷപ്പിനെ പിന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അത് ബിഷപ്പിന്റെ കാര്യമായിട്ട് ചോദിച്ചപ്പോൾ അവൾ ആ പ്രൈസലോട് പറയുന്നത് വിട്ടിട്ട് അവരോട് കാര്യം പറയരുതോ? അവരോട് പറയാം ഇതുപോലെ, ഞാനും ബിഷപ്പുമായിട്ട് യാതൊരുവിധ വിഷയങ്ങളുമില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നു അത് തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. അതൊക്കെ പറഞ്ഞ് സോൾവ് ആയി. അതെല്ലാം വിഷയങ്ങൾ ക്ലിയർ ചെയ്തു. നിങ്ങളായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കി വരണ്ടല്ലേ എന്നൊരു കാര്യം അവരോട് പറയാൻ പറ്റത്തില്ലായിരുന്നോ? പക്ഷെ അവരത് ചെയ്തില്ല. അപ്പൊ അവർക്ക് ആവശ്യം എന്താണ്? പിന്നെയും ബിഷപ്പിനെ എടുത്ത് അങ്ങോട്ട് ഇടണം. എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കണം അല്ലേ? ഇതാണ് ഇവരുടെ ഉദ്ദേശം. രേഷ്മ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ തങ്കച്ചൻ, പുള്ളിക്കാരനെ എടുത്തിട്ടിട്ട് പുള്ളിക്കാരന്റെ കുറ്റം അങ്ങോട്ട് പറ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ചേച്ചിയുടെയോ മറ്റു ആരുടെയും കുറ്റങ്ങൾ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഇട്. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് റീച്ച് ഉണ്ടാക്കിക്കോ. ഇവരെ വിട്ടുപിടി. ഈ പറയുന്ന ബിഷപ്പിനെ വിട്ടുപിടി. നിങ്ങളുമായിട്ട് യാതൊരുവിധ കാര്യത്തിനും വരുന്നില്ലല്ലോ. പിന്നെന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ മോശക്കാരനാക്കാൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് മീഡിയക്കാർ ചോദിക്കുമ്പോൾ ഇവള് ഓരോന്നങ്ങ് പറയുകയാണ്. പ്രേസ്തലോടെന്ന് പോലും. നീ പോയി നിന്റെ പാസ്റ്ററല്ലേ, മുൻ ഭർത്താവ് പാസ്റ്റർ വെൽഡർ വിനു ഞാലിയാൻകുഴി, പുള്ളിയോട് പോയി പറ. അവനോട് പോയി പറ. അല്ലെങ്കിൽ നിന്റെ വീട്ടിലിരിക്കുന്നവരോട് പറ. നീ എന്തിനാണ് ഈ ബിഷപ്പിനെ പിന്നെ ഉണ്ടാക്കാൻ വരുന്നത്? ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോ. ഇവളെ ഞങ്ങൾ എന്താ പറയുക, ഇതിനായിട്ട് പോകുന്നതല്ല. ഇവള് തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരെ വ്യത്യഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംസാരിക്കും? നിങ്ങൾ സംസാരിക്കുമോ?
ഇവക്ക് ഈ വിഷയം ഇവിടെ കൊണ്ടൊന്നും നിർത്തണമെന്നൊന്നുമില്ല. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ കാണിക്കാം, അതൊന്ന് കണ്ടു നോക്ക്. കാരണം നമുക്ക് ഒരാള് നമ്മുടെ പേരിൽ ഒരു ലീഗൽ നോട്ടീസ് അയച്ചു. അതായത് നമ്മൾ കിടക്കുന്ന വസ്തുവിന്റെ മുകളിലാണ് ലീഗൽ നോട്ടീസ് കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്യും? അത് വക്കീലിനെ കൊണ്ട് കാണിച്ച് പിന്നെ ആ ഒരു വിഷയത്തിന് പോകാതെ നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള വിചാരം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ അദ്ദേഹത്തിനെതിരെ പിന്നെ ഒന്നും പറയാൻ പോകത്തില്ല. പക്ഷെ ഇവൾ അങ്ങനല്ല. ഇവള് പിന്നെയും അദ്ദേഹത്തെ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബിഷപ്പ് അത് ലീഗലായിട്ട് പോകണം, ആ വസ്തു തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ പറയും അത് വേണ്ട വിട്ടുകളയെന്നൊക്കെ പറഞ്ഞ, പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇതുപോലെ അദ്ദേഹത്തിന്റെ പിന്നിൽ നടന്ന് ഇങ്ങനെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. ഇതൊന്ന് കേട്ടു നോക്കിയാൽ നിങ്ങൾ. തുടരെ പ്രശ്നങ്ങൾ വരുന്ന ഈ തന്നോർക്കാണല്ലോ പ്രശ്നം, നമുക്കല്ല പ്രശ്നം. അപ്പൊ അവരുടെ മനസ്സ് പോലെ ഇരിക്കും. നമ്മുടെ മനസ്സിലെ നമ്മുടെ എന്താ പറയാ വാങ്ങണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സമയത്ത് സന്തോഷത്തോട് നമ്മളൊരു സാധനം നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ഒരാൾ തരുമ്പോഴത്തേന് അന്ന് നമ്മൾ സന്തോഷത്തോടുകൂടി വാങ്ങിച്ചു. പിന്നീട് അതിനെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്നാ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്റെ വായന അത് വീഴേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയത്തില്ലേ? അതായത് ഇവള് പറയുന്നത് ഇതെന്തോ വലിയ നല്ല പിള്ളയാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരാണ് പറയുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ മുമ്പ് കേൾപ്പിച്ച വീഡിയോ കണ്ടില്ലേ? അത് ആ ബിഷപ്പിനെ പിന്നെ അവക്ക് ഇങ്ങനെ അവഹേളിക്കേണ്ട കാര്യമുണ്ടോ? ഇവള് വന്നിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ട് വന്നിക്കുകയാണ്. അവൾ അവിടെ ആ ബിഷപ്പിനെ പിന്നെ മോശക്കാരനാക്കുകയാണ്. അവിടെ ഒരു കാര്യം പറഞ്ഞ് നിർത്താവുന്നതേ ഉള്ളൂ. ഈ മീഡിയക്കാരോട് അത് ഒരു കാര്യം പറഞ്ഞ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. പക്ഷെ അതിന് ഇവള് ഇതാകുന്നില്ല. ഇവള് പിന്നെ അവിടെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ പിന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുകയാണ്. എന്നിട്ട് വന്നിരുന്നിട്ട് പറയുകയാണ് ഇതുപോലെ അവര് ഒരു വസ്തു തന്നിട്ട് അവരെന്തോ പറഞ്ഞു എന്ന രീതിയിൽ. ഇവളല്ലി ഓരോന്ന് തുടങ്ങി വെക്കുന്നത്. ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അന്തം ഫാൻസുകളെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവളല്ലി ഓരോന്ന് തുടങ്ങി വെക്കുന്നത് അല്ലേ? നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇന്നലെ ഇവിടെ വീടിന്റെ അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങൾ ഇതൊന്ന് കണ്ടേ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ വീട് കണ്ടോ? ഇതിന് മുമ്പിൽ വണ്ടി കയറി കിടക്കുന്നത് കണ്ടോ? അവിടെ തൊട്ട് താഴെയായിട്ട് വണ്ടികൾ കിടക്കുന്നത് കണ്ടോ? ഈ വഴിയിൽ കൂടെ വണ്ടി വരത്തില്ലെന്നും പട്ടിക്കാടാണെന്നും പറഞ്ഞ് ഇവൾ ഒരുത്തിയെ കൊണ്ടിരുത്തി സംസാരിച്ചതൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതാണ്ട് അവിടെ ആ ക്ലോസ്ഡ് എന്ന് എഴുതിയേക്കുന്നുണ്ടല്ലേ, ആണ്ട് തൊട്ട് മുകളിലാണ് ബിഷപ്പിന്റെ ആ ഒരു സ്ഥലമുള്ളത്, ഒരു ഹട്ടുള്ളതൊക്കെ. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം. വഴി കണ്ടോ? നിങ്ങൾ വഴി കണ്ടോ? ഇതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ മറ്റേ പ്ലാന്തോട്ടം ബസ് സ്റ്റാൻഡ് കാണാം. അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. എന്നിട്ടാണ് ഇവൾ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവക്ക് പോയി ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്തോ എവിടാന്ന് വെച്ചാൽ ഇവള് വേറെ വീട് വസ്തു മേടിക്കട്ടെ. ഒന്ന് ഇറങ്ങിപ്പോകാമോ? ആ മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കാമോ? നിങ്ങൾക്ക് ആ ഒരു വസ്തു തന്ന് അദ്ദേഹത്തെ ഇന്നും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്തു പോലും വിറ്റുപോകാത്ത കാരണം ഇതുങ്ങൾ അവിടെ വന്ന് ഈ പറയുന്ന ബിഷപ്പിനെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് എന്റെ പൊന്നു പ്രേക്ഷകരെ ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ കാര്യം നോക്കിക്കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എത്രയോ ആൾക്കാർക്ക് സഹായം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊക്കെ നശിപ്പിച്ചത് ഇത് കാരണമാണ്. അദ്ദേഹത്തിന്റെ വാ കൊണ്ട് പറഞ്ഞു ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ ഒരു വസ്തു വിറ്റാൽ ആ വസ്തുവിൽ കിട്ടുന്ന പൈസ അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. ആഡംബരമായിട്ട് നടക്കാനോ ആഡംബരമായിട്ട് കിടക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തെയാണ് ഈ ഇതൊക്കെ നാറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്താ ഇതിനപ്പുറം പറയേണ്ടത്? നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. സൂക്ഷ്മതയോടെ കപ്പ ബിരിയാണി കഴിക്കുന്നവരെയാണ്. ഞങ്ങള് കോട്ടയംകാരുടെ ഒരു ഇതാണെന്ന് കപ്പ ബിരിയാണി. നീ എന്നാടി കോട്ടയംകാരി ആയത്? ഞാൻ സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്ക് സത്യത്തിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്ന് തൊട്ടാ കോട്ടയംകാരി ആയത്? നീ പശുമ്പാറയിലുള്ളതല്ലേ? നീ ഇടുക്കിയിലുള്ളതല്ലേ? നിന്റെ അച്ഛന്റെ വീട് അവിടെയല്ലേ? നീ എന്ന് തൊട്ടാ കോട്ടയംകാരി ആയത്? നീ അന്ന് തൊട്ട് അവിടെ മറ്റേ വാടകയ്ക്ക് കിടന്ന് അച്ചായൻ്റെ അടുത്ത് വാടക പോലും കൊടുക്കാതെ ആ വീട്ടിൽ കിടന്നിട്ട് അവിടെ നിന്ന് അച്ചായൻ്റെ സെപ്റ്റിക് ടാങ്ക് വരെ നിറച്ച് അദ്ദേഹത്തിനെ വളരെ മോശമായിട്ട് പറയുകയും ചെയ്ത് അദ്ദേഹം വാടക വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ മോശമായിട്ട് പറയുകയും തെറി പറയുകയും കൊല്ലസുതിയുടെ കല്ലറയിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞ ആളല്ലോടി നീ. എന്നിട്ട് നീ വന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഞാൻ കോട്ടയംകാരത്തെ അച്ചായത്തിയാണ്, ഞങ്ങൾ ഇവിടെ പിന്നെ എന്താ പറയാ കപ്പ ബിരിയാണിയാണ് കഴിക്കുന്നത്, പിന്നെ ഞങ്ങൾ എന്നും പിന്നെ കോട്ടയംകാരത്തെ അച്ചായത്തികളൊക്കെ പിന്നെ മറ്റേത് അടിക്കും എന്ന രീതിയിലൊക്കെ പറയാൻ. എവിടോ കിടന്ന ഏതോ പിന്നെ കോളനിക്കകത്ത് കിടന്നതിനെ പിടിച്ച് ഈ അച്ഛൻ കൊണ്ടുവന്ന് അച്ഛന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലം കൊടുത്തു. അതായത് ഈ 24കാർ പറഞ്ഞു ബിഷപ്പ് ഒരു 5 സെന്റ് സ്ഥലം കൊടുത്താൽ മതിയെന്ന്. ബിഷപ്പ് അത് കേട്ടില്ല. ഈ ബിഷപ്പിനെ പറഞ്ഞാൽ മതിയല്ലോ. സത്യം പറഞ്ഞാൽ ബിഷപ്പിന് വേറെ വസ്തുക്കളുണ്ട്, അവിടെയൊക്കെ ആൾക്കാർക്ക് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ പോരായിരുന്നോ? ഇതിനെ കൊണ്ടുവന്ന് എന്തിനാ എന്റെ പൊന്നു ബിഷപ്പിന്റെ അടുത്ത് തന്നെ കൊടുത്തത്? ആ റോഡ് സൈഡിൽ എന്തിനു കൊടുത്തത്?
ഈ പറയുന്ന 24-കാര് ഈ 5 സെന്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ബിഷപ്പ് അവിടെ 7 സെന്റ് സ്ഥലം കൊടുത്തു. 7 സെന്റ് സ്ഥലം കൊടുത്തു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒലിവ് ക്രിയേഷൻ അവിടെ പോയി ഷൂട്ട് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിച്ചു. അവിടെ ആ ഒലിവ് ക്രിയേഷൻ പറയുന്നുണ്ട്, ആ സ്ഥലത്തിന്റെ മാർക്കറ്റ് പറയുന്നുണ്ട്. സെന്റിന് 5 ലക്ഷം രൂപ വരെ അവിടെ ഇതുണ്ട്, റേറ്റ് ഉണ്ട്. 5 തൊട്ട് ഇങ്ങോട്ട് 2.5 വരെ ഇങ്ങനെ കിടക്കുക, 2.5-3 വരെ ഇങ്ങനെ കിടക്കുകയാണ്. ആ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത് എന്റെ പൊന്നു പ്രേക്ഷകരെ. എന്നിട്ട് അതും മേടിച്ച് അതിൽ കയറി കിടന്നുകൊണ്ട് ഈ വക്ക് സോക്കേട്. എന്താ ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ടത്? മനുഷ്യന് താഴ്മ എന്നത് വേണം. ഇല്ല എങ്കിൽ ഉണ്ടല്ലോ 8ന്റെ പണി കിട്ടും, 8ന്റെ പണി കിട്ടും. അഹങ്കാരം ഇത്രയൊക്കെ ഒന്നും വേണ്ട, ഇത് കൂടുതലാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. ഇപ്പം നിങ്ങളുടെ കൂടെ എല്ലാവരും കാണും. ഇപ്പം ഡ്രസ്സിന്റെ അളവ് കുറച്ച് ഷോർട്ട് നിക്കർ വരെ ആക്കി. ഇനി ഇച്ചൂടെ കുറച്ചിട്ട് അങ്ങ് നടക്ക്. അത് നല്ല കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ്. ഇതൊക്കെ ഞാൻ സുധിച്ചേട്ടൻ ഉള്ളപ്പോഴേ ഞാൻ ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ വസ്ത്രം ചിലപ്പം ഇല്ലാതെ വേണമെങ്കിലും നടന്നോ, കുഴപ്പമൊന്നുമില്ല. അത് എന്താ പറയാ, വസ്ത്ര സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ എന്തും ചെയ്യാമെന്നുള്ളതായിരിക്കണമല്ലോ നിങ്ങളുടെ ആ ഒരു ഇത്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ദേശീയഗാനത്തെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഈ പുള്ളിക്കാരിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ. DGPക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും എതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലോഗറാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. കഴിഞ്ഞൊരു ദിവസം മീഡിയക്കാർ ചോദിച്ച ഒരു ചോദ്യത്തിന് രേണുസുതി പറഞ്ഞ ഒരു കാര്യമാണ്. അത് മീഡിയക്കാർ പറഞ്ഞ് തിരുത്തിയിട്ട് പോലും അത് തിരുത്താനായിട്ട് തയ്യാറാകാത്ത ഒരു കാര്യമായിരുന്നു രേണുസുതി അവിടെ ചെയ്തത്. അതൊന്ന് കേട്ടു നോക്കി. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രേണു നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, വന്ദേ മാതരത്തെ വികലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്. അന്ന് അതിനെ തിരുത്തി ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ അത് അംഗീകരിക്കാൻ, തന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാണ്ട് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഇതേക്കുള്ള ചൊറിച്ചിൽ കമന്റുകൾ വന്നപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അങ്ങ് വിനിയോഗിച്ചു. ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചു, ഒന്ന് കേരള DGPക്ക്. ഈ 2 പരാതികളിൽ ഞാൻ വ്യക്തമായിട്ട് ആ ബൈറ്റുകളുടെ ലിങ്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട്, രേണുസുധീനെ ഒരു മാധ്യമ പ്രവർത്തകൻ തിരുത്തുന്നുണ്ട്. അത് വന്ദേ മാതരമാണെന്ന് പറഞ്ഞിട്ട് പോലും അവര് ആ തെറ്റി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും അതുകൂടാതെ വന്ദേ മാതരത്തെ വീണ്ടും വികലമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ്, അതായത് അവരെന്താണോ വികലമാക്കി പറഞ്ഞത് അത് തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പരാതി എത്തിയിരിക്കുന്നത്. അതെന്തായാലും ഞാൻ എൻ്റെ നാവുകൊണ്ട് പറയത്തില്ല, കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന്റെ ഓരോ സിമ്പിൾസിനെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പരാതിയുമായിട്ട് രംഗത്ത് പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇതിപ്പോൾ എനിക്കൊരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കേണ്ട ഗതികേടുമില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. കാരണം രേണുവിനെ കുറിച്ച് എന്ത് ചെയ്താലും രേണുവിനെ കുറ്റം പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നു എന്ന് പറയുന്ന ദരിദ്രവാസികളോട് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ പുല്ലിനകത്തൊന്നും ഒരു വരുമാനവും ഇല്ല. അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത്. എൻ്റെ കേട്ടല്ലോ, അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ വിറ്റ് കാശാക്കുന്നു, അല്ലെങ്കിൽ രേണുവിനെ വിറ്റ് നമ്മൾ കഞ്ഞി കുടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ രേണു ചെയ്യുന്ന കുറ്റങ്ങളൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പോയി അങ്ങോട്ട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് മാത്രമായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇപ്പൊ എന്തായാലും ഒരു പരാതി അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. DGPക്കും മുഖ്യമന്ത്രിക്കുമാണ് പരാതി വിട്ടിരിക്കുന്നത്. കേട്ടല്ലോ, ഇദ്ദേഹം പറയുന്നത് കേട്ടല്ലോ. അപ്പം സമാധാനത്തോടു കൂടി ആ പരാതിയുടെ അല്ലെങ്കിൽ ആ ഒരു വക്കീൽ നോട്ടീസ് കൂടെ അങ്ങോട്ട് കൈപ്പറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ വേറെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ അഭിനയിക്കുകയോ, നിങ്ങൾ എന്താ പറയാ, പാട്ടുപാടി ജീവിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ജീവിക്കുകയോ, ഇവിടെ ആർക്കും ഒരു വിഷയവുമില്ല. നിങ്ങളുടെ പുറകെ ആരും വരില്ല. പക്ഷെങ്കിൽ നിങ്ങളെ സഹായം ചെയ്തവരെ ഇതുപോലെ നിന്ദിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ വിടുവെന്നൊരു പ്രതീക്ഷയും രേണു നിനക്ക് വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പം നമ്മുടെ ദേശീയ ഗാനത്തെയും അതോടൊപ്പം തന്നെ ദേശീയ ചിഹ്നങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഇതുപോലെ കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഏത് സെലിബ്രിറ്റി ആയാലും ഏത് സെലിബ്രിറ്റി ആയാലും കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ മെഴുകുകയാണെങ്കിൽ ഞാൻ നല്ല മറുപടി തരും. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടതിന് എന്നെ വന്ന് ഒരു അമ്മച്ചി മാ കൂട്ടി തെറി വിളിച്ചിരിക്കുന്നു. അവരുടെ വീട്ടിലും ഇല്ലേ ആൾക്കാര്? ഞാൻ ആരെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടോ ഇതുപോലെ മാകൂട്ടിയൊക്കെ? അവർ വന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചിരിക്കുകയാണ്. മാകൂട്ടി ഉഴുത്ത് തെറി പറയുകയാണ്. നിനക്ക് ഞാൻ എന്തോ ഇത് ചെയ്യുന്ന രേണുവിനെ പോയി വിളിക്കേ. അവൾ ഈ കാണിക്കുന്ന അവളോട് പറയല്ലേ നിങ്ങൾ ഇതൊന്നും പറയാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അത് നിങ്ങൾ ചെയ്യാതെ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിരിക്കും എല്ലാവർക്കും.